എടി നിന്റെ കൊച്ചിന് വയ്യാന്നല്ലേ പറഞ്ഞേ? കൊച്ചിന് വയ്യാത്തപ്പോ ഇവിടെ എന്തെടുക്കുക? ചെല്ലു പോകാൻ നോക്ക്. വീട്ടിൽ ചെന്ന് ആദ്യം അതിന്റെ കാര്യം നോക്ക്. പോ. എടോ, താൻ ആദ്യം പോയി കഴിക്കും, എന്നിട്ട് റൗണ്ട്സിന് ഇറങ്ങും. കളക്ഷനൊക്കെ കഴിഞ്ഞ് സാവധാനം 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ചെല്ല്. അബ്ദുൾ വരുന്നു മാഡം. നീ ഇന്ന് ലീവ് ചോദിച്ചായിരുന്നില്ലേ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. നീ ചോദിച്ച ലീവാ ഇന്ന്. പോവാൻ നോക്ക്. ഡോ മാഡം, നാടേതാ? തോട്ടക്കാവാ മാഡം. തോട്ടക്കാവാണ് മാഡം. ആ, വന്നിരിക്ക്. എന്താ കാര്യം? നീ ആദ്യം ഇരിക്ക്. സാറിൽ ഞാൻ നിന്നോളാം. ഇരിക്കുന്നേ. വേണ്ട, ഇരിക്കാനല്ലേ പറഞ്ഞു. ഇരിക്ക്. ദേ നോക്ക്, ഞാൻ പറയുന്ന കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിലേ വന്ന വഴി വന്ന് ബസ്സിൽ കയറ്റി വിടും ഞാൻ. അയ്യോ മാഡം, എന്നോട് അങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്നാ ഞാൻ പറയുന്ന അനുസരിക്ക്. ശരി മാഡം. മനസ്സിലായോ? പെട്ടെന്നേ ശരീരമൊക്കെ ആകെ ഒരു വേദന. ഈ കൈ ഒന്ന് മസാജ് ചെയ്ത് ചെയ്യടാ. കൊച്ചുകളുടെ കൈയൊന്നും അല്ല, ശരിക്കും പിടിക്കടാ. ഞാൻ എങ്ങനെയുണ്ടെന്ന് പറ. ചുമ്മാ പറയേ. കാണാനൊക്കെ കൊള്ളാവോ? മാഡം, അടുത്ത മാസം എൻ്റെ കല്യാണം മാഡം. അപ്പൊ കറക്റ്റ് സമയാ. ചിലതൊക്കെ അതിന് മുമ്പ് പഠിക്കണ്ടേ? അപ്പോഴല്ലേ കല്യാണം കഴിച്ചൊരു ഉഷാറ് കാണും. ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കണ്ടേ? ദേ നോക്ക്, ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് നല്ലത്. ഇപ്പൊ നീ ഇവിടെ ഡ്രൈവറല്ലേ, ഇനി കോൺസ്റ്റബിൾ ആവാം, പിന്നെ സബ് ഇൻസ്പെക്ടർ ആവാം, അത് കഴിഞ്ഞ് ഇൻസ്പെക്ടറും ആവാം. എന്താ? ഗുഡ് ബോയ്. ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററോ? വടച്ചെന്നൈ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഭൈരവി തന്റെ സഹപ്രവർത്തകന് ചുംബനം നൽകിയത് ഇപ്പോഴൊരു ചർച്ചാ വിഷയമായിരിക്കുന്നു. അവരുടെ ഈ പ്രവൃത്തിയെ ട്രാഫിക് രാമസ്വാമി തന്റെ സെൽഫോണിൽ വീഡിയോ ആയി പകർത്തി എല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത ഡെങ്കിപ്പനിയേക്കാൾ വേഗതയിൽ തമിഴ്നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതേ തുടർന്ന് ഭൈരവിക്കെതിരെ നടപടികൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. പോക്കറ്റടിക്കുമല്ലേ? പിടിക്കില്ലെന്ന് കരുതിയോട് തന്നെ. ആരാടോ താൻ? മാഡം, ഈ കിളവൻ പോക്കറ്റ് അടിക്കാൻ ഇറങ്ങിയേക്കുക. ഓ, 420 കേസല്ലേ? ഡോ, ഈ സാറിനെ നമ്മുടെ സ്റ്റേഷന്റെ പിന്നിലേക്ക് കൊണ്ടുപോക്കും. ബാക്കി ബഹുമാനിക്കലൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ടാകാം. നടക്കടോ, നടക്ക്. പോക്കറ്റ് അടിക്കാൻ നടക്കുന്നു. എത്രയോ റൗഡികളെയും ക്രിമിനൽസിനെയും ഞാൻ ഡീൽ ചെയ്തിരിക്കുന്നു. എടോ ചെറ്റ കിളവാ, ആ എന്റെ അടുത്താണോ തന്റെ അഭ്യാസം? അവരെന്നെ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ അടി മാത്രമേ എനിക്ക് വേദനിച്ചുള്ളൂ, പിന്നെ എനിക്ക് വേദനിച്ചേയില്ല. അവിടെ അമ്മ കഴിക്കാൻ വിളിക്കുന്നു. മുത്തശ്ശൻ വരട്ടെ, മുത്തശ്ശന്റെ കൂടെ കഴിച്ചോളാന്ന് പറഞ്ഞേക്കാം. അവരെല്ലാവരും കൂടി എന്നെ തല്ലി തല്ലി ഇഞ്ചപ്പരവുമാക്കി. ഇന്നലെ കാലത്ത് പോയ മനുഷ്യൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എവിടേക്ക് എന്തിനാ പോയെന്നൊന്നും അറിയില്ലല്ലോ. എനിക്കെന്തോ ആകെ പേടിയാവുക. എന്റെ ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുക്കാൻ ധൈര്യം കാണിച്ചില്ല താൻ. തന്നെ പട്ടിയെ പോലെ തല്ലും ഞങ്ങൾ. നാളെ ചർമ്മക്കോളത്തിൽ തന്റെ ഫോട്ടോ ഞാനും വരുത്താം. തല്ലടോ, എന്ത് നോക്കി നിൽക്കുക? എന്താടോ? നേരത്തെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. മാഡം, ആ കാര്യം എന്താന്ന് പറ. എന്റെ ഭർത്താവിനെ 2 ദിവസമായിട്ട് കാണാനില്ല. ഒരുപാട് എടുത്ത് അന്വേഷിച്ചു, എന്നിട്ടും എവിടെയാന്നറിയില്ല. പേരെന്താ? രാമസ്വാമി. ട്രാഫിക് രാമസ്വാമി എന്നറിയപ്പെടുന്നു. ഓ, അങ്ങേരായിരുന്നോ?
ഇത്രയും പ്രായമായതല്ലേ, വീട്ടിൽ നിന്ന് കഞ്ഞിയും കുടിച്ച് വല്ല മൂലയ്ക്ക് പോയി ഇരുന്നാ പോരെ? ഈ കേസും കോടതിയായിട്ട് അലയേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഏതെങ്കിലും റൗഡികളുടെ കൈപ്പെട്ട് തല്ലുകൊണ്ട് ചത്തെന്ന് ആർക്കറിയാം? മാഡം, എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ശരി, വേണ്ടത് ഞാൻ ചെയ്യാം, നിങ്ങൾ പോയിക്കോ. വാ നടക്ക്. അപ്പോഴേ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. കാണിക്കു സാറേ. മോനെ, ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരി നടക്ക്. എന്താ ഇത്, നീയൊക്കെ ഒരു പെണ്ണാണോ? ആ കേളവനെ പിടിച്ചിട്ട് ഇങ്ങനെ തല്ലേണ്ട കാര്യം എന്താ? കണ്ട അയാളെ കെട്ടിയോളം വന്ന് കരഞ്ഞോണ്ട് പോകുന്നേ. ഛേ, അവരെന്നെ തലകീഴായി കെട്ടിത്തൂക്കി. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ അവർ തലകീഴായി നിൽക്കുന്നതായാണ് അനുഭവപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ പേരിൽ എന്താ കേസ്? യുവർ ഓണർ, 420 കേസാണ്. 420 ആണോ 620 ആണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചാ പോരെ? എന്താ ചെയ്തെന്ന് മാത്രം പറയും. അയാളുടെ പേഴ്സ് ഇയാൾ അടിച്ചു മാറ്റി. നേരിട്ട് കണ്ട 2 ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാം കള്ളസാക്ഷികളല്ലേ, ഒരുത്തനെ ഞാൻ വിശ്വസിക്കാൻ പോണില്ല. മിസ്റ്റർ രാമസ്വാമി, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഏതെങ്കിലും വക്കീൽ ഇവിടെ ഹാജരായിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കാൻ അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. സാർ, 4 പേര് വന്ന് എന്നെ തല്ലി. അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയത്. മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതെന്താ പകല് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് ജനലിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി. എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഇൻസ്പെക്ടർക്ക് പോലീസ് ഡ്രൈവർ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഞാനത് സെൽഫോണിലെടുത്ത് പത്രക്കാർക്ക് അയച്ചു കൊടുത്തു. ആ ദേഷ്യത്തിൽ ഇവരെന്നെ പിടിച്ചു കൊണ്ടുവന്ന് തല്ലിച്ചതച്ച് പോക്കറ്റടി കേസും ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാക്കി. താൻ ഓരോ കൊള്ളം പറഞ്ഞ് കേസ് വഴിമാറ്റി വിടുമല്ലോ. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ താൻ എന്നെ പിടുത്താൻ നോക്കുവാണല്ലേ? മാഡം, ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ കണ്ടത് എന്താണോ അതാണ് പറഞ്ഞത്. താൻ എന്താ കണ്ടേന്ന് അതിനാരെങ്കിലും സാക്ഷിയുണ്ടോ? സാക്ഷിയായിട്ട് നാട്ടുകാർ മുഴുവൻ കണ്ടതല്ലേ മാഡം. എന്നാലും ജഡ്ജി അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി ഇതാ മാഡം, ഇത് ജഡ്ജി അദ്ദേഹത്തെ തന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇല്ലാത്ത സാക്ഷിയുടെ കാര്യവും പറഞ്ഞു. ഇൻസ്പെക്ടർ, സ്റ്റോപ്പ് ഇറ്റ്. ഇത് കോടതിയോ സ്റ്റേഷനല്ല, കുറച്ചൊക്കെ ബഹുമാനാകാം. നിങ്ങളുടെ ഗുണ്ടായിസൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ മതി. ഇപ്പം നിങ്ങൾ കാണിച്ചില്ലേ, ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അറിയോ? സോറി യുവർ ഓണർ. ഒന്നല്ലേ നിങ്ങളിപ്പോൾ കീറിക്കളഞ്ഞുള്ളൂ. ഇനിയും 4 ലക്ഷം കോപ്പികൾ എടുക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുന്ന? നിങ്ങളുടെ മസാജ് കഥകൾ നാട്ടിൽ കിടന്ന് നാറിക്കൊണ്ടിരിക്കുക. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കൂറിൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതാ റൂള്, അറിയാലോ. പക്ഷെ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അറസ്റ്റ് ചെയ്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും പോലീസ് സ്റ്റേഷനിലിട്ട് ഒരു മനസാക്ഷിയും കാണിക്കാതെ മർദ്ദിച്ച് അവശനാക്കി തിങ്കളാഴ്ച രാവിലെ ഒരു കള്ളക്കേസ് എഴുതി ചേർത്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു സീനിയർ സിറ്റിസൺ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ? നോക്കിയേ, നിങ്ങൾ അടിച്ചതിന്റെ ചോരപ്പാടുകൾ. അയ്യോ, അത് ഞങ്ങൾ ചെയ്തല്ല, അത് അങ്ങേരെ. അതെ, അവര് തന്നെ എവിടെ ഉരുണ്ട് വീണ് സ്വയം തന്നെ മർദ്ദിച്ച് സ്വന്തം ശരീരത്തിൽ മുറിവും വരുത്തി. അല്ല, നിങ്ങളൊക്കെ എത്ര കാലം ഇങ്ങനെ നുണയും പറഞ്ഞുകൊണ്ടിരിക്കും? ഇതുപോലെയൊക്കെ ഒരാളെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സമൂഹത്തിന് ഇവിടെ ജീവിക്കുമോ? അതുകൊണ്ട് തന്നെ ഇപ്പോഴീ കള്ളക്കേസ് കോടതി പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനെ മസാജ് പാർലറാക്കിയ ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും സസ്പെൻഡ് ചെയ്യാൻ അധികാരികളോട് കോടതി നിർദ്ദേശിക്കുന്നു. അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാൻ വേണമെങ്കിൽ തന്നെ കണ്ടിട്ടൊരു പാവം തോന്നല്ലോ. പാവം തോന്നുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കാണുന്നുണ്ട്. മറിയേ, കൊത്തു പൊറോട്ട പോലെ പിച്ചി പറിച്ചു വെച്ചേക്കുക. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന്. ഷൺമുഖം, താൻ നകത്തേക്ക് വാ. എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? നാണക്കേടായിട്ടുണ്ട്. എന്റെ തൊലി ഉരിഞ്ഞു പോവാ. പോലീസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ബഹുമാനം തോന്നണം. ഇങ്ങോട്ട് നോക്കി. എന്തുകൊണ്ട് ഈ ലേഡിക്കെതിരെ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തില്ല? സാർ, 2 ദിവസം മുമ്പാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. സാറോട് എത്തിയതിനു ശേഷം സാറിനോട് സംസാരിച്ചിട്ട് ആക്ഷൻ എടുക്കാന്ന് കരുതി. നോ! ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കുന്ന ആരായാലും സ്പോട്ടിൽ പറഞ്ഞു വിട്ടേക്കണം. ഒന്നും ആലോചിക്കരുത്.
അവർക്കുള്ള ഡിസ്മിസൽ ഓർഡർ എത്രയും പെട്ടെന്ന് റെഡിയാക്ക്. നൗ. യെസ് സാർ.